which keeps us going. നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിന്റേതായ ബലം നമ്മുടെ മേൽ പകരുന്നുകൊണ്ടാണ് ഇതിന്റെ നടുവിലൊക്കെ നാം മുൻപോട്ട് പോകുവാൻ ഇടയാകുന്നത്. So it's not our ability, it is the strength of God which gives us the impetus to move on. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ അല്ല, ദൈവം പകരുന്നതായ ദൈവശക്തി കൊണ്ടാണ് നാം ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ഇടയാകുന്നത്. Because we are dependent on God, and God will never put us to shame. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരായി നിൽക്കുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ തല കുനിക്കുവാൻ ദൈവം അനുവദിക്കുന്നവല്ല. When we are weak, His strength will be perfected in us. നാം ക്ഷീണിതരാകുമ്പോൾ അവന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. When we are sick, He will send His word and heal all our sickness. നാം രോഗികളായിരിക്കുമ്പോൾ അവൻ തന്റെ വചനം അയച്ചു നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. When we are in need, He will supply all our needs according to His riches in glory. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ സകല ബുദ്ധിമുട്ടും പൂർണ്ണമായി തീർത്തു തരുവാൻ കഴിവുള്ളവനാണ്. When we are left alone, lonely, He will be a companion, He will be a friend to us. നാം ഒറ്റയ്ക്കായി തീർന്നു നിന്നിരിക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ സ്വന്തം സഹചാരിയായി നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. When we have lost all hope concerning the future, He gives us a future and a hope into our lives. നമ്മുടെ ജീവിതത്തിൽ ഭാവി പ്രത്യാശയെ കുറിച്ച് പൂർണ്ണമായി നിരാശയായിരിക്കുകയാണെങ്കിൽ അവൻ നമുക്ക് പ്രത്യാശ നൽകി തരുന്ന പുരുഷനാണ്. When we are discouraged looking at our situation, He sends His angels to encourage us. നാം നിരാശപ്പെട്ടോ ക്ഷീണിച്ചോ ഇരിക്കുകയാണെങ്കിൽ തന്നെ ദൂതനെ അയച്ച് നമ്മെ ശക്തീകരിക്കുന്നവനാണ് അവന്. So be encouraged this morning that the Lord is with you. ഈ രാവിലെ സമയം ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കട്ടെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. Whatever situation you go through, the Lord is with you. ഏത് സാഹചര്യം കൂടി കടന്നു പോയാലും ദൈവം നമ്മോട് കൂടെയുണ്ട്. And because the Lord is with you, your faces will be enlightened. അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം പ്രകാശിതമായി തീരണം. Because you have found the Lord as your refuge, you will never be ashamed. നീ ദൈവത്തെ നിന്റെ അഭയസ്ഥാനമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം Let അനുവദിക്കുകയില്ല. God be your strong tower and a refuge. അവൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയും അഭയസ്ഥാനവുമാണ്. Let Him be a mighty tower where you go, run into when you find refuge. നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ കഴിയുന്ന ഉറപ്പുള്ള ഒരു ഗോപുരമാണ് അവന്. Every time you depend on God, God will strengthen you. ഓരോ സമയം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. Every time you reach out your hand to the Almighty God, He will reach out His hands for you. ആ ദൈവത്തിലെ കരമുയർത്തി അഭയം ചൊല്ലുമ്പോൾ അവൻ തന്റെ കരം നീട്ടി നമ്മെ പിടിക്കുന്നവനാണ്. Every time you lift your eyes to the heavens, your help will come from the Holy Hill. നമ്മുടെ കണ്ണുകളെ ഉയരത്തിലേക്ക് സഹായത്തിന് വേണ്ടി ഉയർത്തുമെങ്കിൽ അവന്റെ സഹായം നമുക്ക് വേണ്ടി വരികയാണ്. So this day you have a God who is there for you. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു ദൈവം ജീവിക്കുകയാണ്. Hallelujah. ആമേൻ. Is there not reason enough for us to be thankful to God? ഈ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? Every time you wake up, give thanks to the Lord. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി കൊടുക്കുക. Every morning that He gives, be thankful to God. രാവിലെ സമയം നമുക്ക് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാം. There will be a new morning in our lives. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകി തന്നല്ലോ. The night has gone by. The night has gone. രാത്രി കഴിഞ്ഞുപോയി. It's a new morning. ഒരു പുതിയ പ്രഭാതം നൽകി തന്നു. On which has happened in our ഈ lives. രാവിലെ സമയം ഒരു സൂര്യോദയം കാണുവാൻ ദൈവം നമുക്ക് This ഇടയാക്കി. is the day which the Lord has ഈ made. ദിവസം ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. This is the day your God has ഈ made. ദിവസം ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്. Let us rejoice and be glad in നമുക്ക് it. സന്തോഷിച്ച് ദൈവത്തിൽ ആനന്ദിക്കാം. Hallelujah. I started a series of messages saying, is God silent? ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചിരുന്ന പോലെ ദൈവത്തിന്റെ മൗനം എന്ന വിഷയത്തെ കുറിച്ചാണ് Is സംസാരിക്കുന്നത്. God silent when we go through tough times? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റേതായ മൗനം ചിലപ്പോൾ കഠിനകരമായി തോന്നുന്നു വരാം. When we go through difficult situations and sickness, is God silent? നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ രോഗത്തിന്റെ മധ്യത്തിൽ മൗനം ഒരു പ്രയാസമായി തോന്നിയെന്ന് വരാം. And one after the other, you face so many difficulties in your life, you wonder if God is silent. പലതരമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ മൗനം നമ്മെ അത്ഭുതപ്പെടുത്തിയെന്ന് വരാം. You are done with the problem, you see another problem waiting for you. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. You get over with the situation and you see the next situation is waiting for you. ഒരു പ്രശ്നം അതിജീവിച്ച് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നമ്മെ അഭിമുഖീകരിക്കുവാനായിട്ട് ഇരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. I told you, God is silently working behind for you. Something good will come your way. നിങ്ങളുടെ പുറകിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ മൗനമായിട്ടിരിക്കുന്നത്. Today I want to talk to you from the life of let's turn to 1 Chronicles and chapter 4. രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ If you have your
Bibles, please pick your Bibles and see this Bible verses. നിങ്ങളുടെ കയ്യിൽ ദൈവവചനമുണ്ടെങ്കിൽ ദയവായിട്ട് വചനം തുറന്ന് ഈ ഭാഗത്തെ ശ്രദ്ധിക്കുക. 1 Chronicles and chapter 4. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. And in verse 9 and 10 it says, Now Jabez was more honorable than his brothers, and his mother called his name Jabez, saying, Because I bore him in pain. യബ്ബേസിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. And Jabez called on the God of Israel, saying, Oh, that you would bless me indeed and enlarge my territory, that your hand would be with me, and that you would keep me from evil, that I may not cause pain. So God granted him what he requested. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചെന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. You might have heard this message so many times. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഈ ദൂത് ഈ വചനഭാഗത്തു നിന്നും ധാരാളം ദൈവാലോചനകൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. In my ministry I have preached this message so many times. എന്റെ ശുശ്രൂഷ കാലയളവിൽ തന്നെ ഞാൻ പല പ്രാവശ്യം ഈ ഭാഗത്ത് സംസാരിച്ചിട്ടുണ്ട്. But when I was reading through the week, God brought this chapter to my attention. ഈ ആഴ്ചയിൽ വചനം വായിച്ചപ്പോൾ പെട്ടെന്ന് ഈ ഭാഗം എന്റെ ശ്രദ്ധയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുവാനിടയായി I തീർന്നു. want to bring before you what the Lord has been talking to me. എന്നോട് ദൈവം സംസാരിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. When you see chapter 4 is a story from verse 1 to verse 23, it's the story of the family of Judah. ഇവിടെ നാം കാണുന്നത് ഒന്നാം വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ യഹൂദായുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഭവനത്തിന്റെ ചരിത്രമാണ്. 23 verses is used to mention about the family of Judah. 23 വാക്യങ്ങൾ യഹൂദായുടെ കുടുംബത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നതാണ്. Many good names and big names and small names and affluent names are mentioned through 1 to 23 verses. 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പല പേരുകൾ പല ചെറുതും വലുതുമായ പലരുടെയും പേരുകൾ അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. I want you to understand something. ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. All these 23 verses, all these big names, the Bible does not explain about anybody other than a single person there. ഇവിടെ വലിയ പേരുകളുള്ള പലരെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ സവിസ്തരമായ ചില കാര്യങ്ങൾ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. Just 2 verses God brings into this chapter to bring out a powerful testimony about a man. 2 വാക്യങ്ങളിൽ കൂടി വളരെ ശക്തിമത്തായ ഒരു സാക്ഷ്യം ദൈവം അവിടെ പ്രസ്താവിക്കുകയാണ്. God is telling us a story about a man who achieved great things through prayer. പ്രാർത്ഥനയിൽ കൂടി വൻകാര്യങ്ങളെ പ്രാപിച്ച ഒരു മനുഷ്യനെ അവിടെ ദൈവം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. God is telling us a story of a man who changed the course of his life through prayers. പ്രാർത്ഥനയിൽ കൂടി തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതായ ഒരു മനുഷ്യനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. Every blessing which you received from the Lord was through prayers. പ്രാർത്ഥനയിൽ കൂടി അനുഗ്രഹങ്ങളെ പ്രാപിച്ച ഒരു വ്യക്തിയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. When the word of God does not mention about anybody, it mentions about a man who was a prayer warrior. വേറെ ആരെയും കുറിച്ച് പ്രസ്താവിക്കാതെ പ്രാർത്ഥനാവീരനായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. When the word of God omits very strong and mighty man, it uses a painful man's story to bring into the word of God. ഇവിടെ വളരെ വ്യസനമൂടെ കടന്നുപോയ ഒരു മനുഷ്യന്റെ ചരിത്രമാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Hallelujah. When God wants to write a story, he is looking for prayerful people. ആമേൻ. ദൈവ ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തുവാൻ നോക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരെയാണ്. Are you listening to me this morning? ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? When God wants to write a story, he's looking for people who are prayerful. ആമേൻ. ദൈവ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരായിരിക്കും അറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. When God wants to bring a powerful testimony about a person, it's going to be a person who is a prayer warrior. ശക്തിമത്തായ ഒരു സാക്ഷ്യം എഴുതുവാൻ ദൈവം നോക്കുമ്പോൾ അതിനകത്ത് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കും. Doesn't matter if you are weak in your body, if you are powerful in your prayer, God will take note of you. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളൊരു ബലഹീനത
ശക്തമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് Are പോകുകയാണ്. you a prayer warrior this morning? ഈ രാവിലെ സമയം നിങ്ങൾ പ്രാർത്ഥനാ വീരനായി നിൽക്കുന്നു. Are you somebody who spends time with God this morning? ദൈവവുമായി സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയായി നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. If you are a prayer warrior, നീ ഒരു പ്രാർത്ഥനാ വീരയാണെങ്കിൽ it will change the course of your life. നിന്റെ ജീവിതത്തെ അത് മാറ്റിമറിക്കും. You will achieve great things in the presence of God. ദൈവ സന്നിധിയിൽ ഇരുന്ന് വല്ലത് പ്രാപിക്കുവാനിടയായി തീരും. Hallelujah. ആമേൻ. God is mentioning about a man's story which is told for generations to generations. ദൈവം തലമുറയായി പ്രസ്താവിക്കപ്പെടുവാൻ കഴിയത്തക്ക നിലകളിൽ ഒരു മനുഷ്യന്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. The little things that you do, നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, the small things that you do, വളരെ നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ നാം ചെയ്യുന്നത്. when you are on your knees, നീ നിന്റെ മുട്ടിന്മേലാണെങ്കിൽ nobody sees you. നിന്നെ ആരും കണ്ടില്ലെങ്കിലും The eyes of the Almighty sees you. സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട്. The little things that you do, നീ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, the small things that you do, ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ നീ ചെയ്യുന്നത്. you pour out yourself before God. നീ ദൈവത്തിന്റെ മുമ്പിലാണത് ചെയ്യുന്നതെങ്കിൽ, Hallelujah. The little things that you do in your life will become great history. ദൈവത്തിന്റെ മുമ്പിൽ നീ ചെയ്യുന്ന ചെറിയ കാര്യങ്ങള് ദൈവം ഒരു ചരിത്രമാക്കി മാറ്റുവാനിടയായി Did you തീരും. listen to me this ഈ morning? രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നു. The small things that you do in your life, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, the small prayers that you make before God, ദൈവം മുമ്പായി കഴിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന, is going to make history. അത് ചരിത്രങ്ങളായി മാറ്റാൻ It's going പോകുകയാണ്. to be told from generation to അത് generation. തലമുറയായി പ്രസ്താവിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറാൻ പോകുകയാണ്. Be a prayer warrior this ഈ morning. രാവിലെ സമയം പ്രാർത്ഥനാ വീരനായി Be നിൽക്കാൻ a കഴിയുമോ? prayer warrior this ഈ morning. രാവിലെ സമയം പ്രാർത്ഥനാ വീരനായി നിൽക്കാൻ It കഴിയുമോ? will change your family. അവന്റെ കുടുംബത്തെ It will വ്യത്യാസപ്പെടുത്തും. change your situation. അവന്റെ സാഹചര്യത്തെ It മാറ്റിമറിക്കും. will change the course of your life. അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മുഴുവനായിട്ട് It will മാറ്റും. change everything pertaining to your നിന്റെ life. ജീവിതത്തോടുള്ള ബന്ധത്തെ എല്ലാം അത് മാറ്റിമറിക്കും. God will answer your prayer and you will be somebody in the eyes of the Lord. നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ദൈവത്തിന്റെ മുമ്പാകെ നീ ഒരു വ്യത്യസ്തനായി ദൈവം നിന്നെ കാണുവാനിടയായി തീരും. Hallelujah. Come to God. ദൈവത്തിലേക്ക് വരിക. Bring before God. ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. Place your situations before God. ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ സാഹചര്യങ്ങളെ പ്രസ്താവിക്കുക. There's a boy who was mentioned in the 4 Gospels. അവന് 4 സുവിശേഷങ്ങളിൽ പ്രസ്താവിക്കപ്പെടുന്ന ഒരു പൈതലുണ്ട്. Hallelujah. A boy who had 5 loaves of bread and 2 fish. 5 അപ്പം 2 മീൻ കൈതകൾ ഉണ്ടായിരുന്ന ഒരു ബാലകൻ. A little what he had in his hands. ഒരു ചെറിയ സാധനം കരങ്ങളുള്ളതായ ഒരു മനുഷ്യൻ. Something negligible which he had in his hands. അവന് വളരെ നിസ്സാരമായ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നവൻ. His mother did not send him to Jesus imagining something great is going to happen. ആമേ ആ കുഞ്ഞിനെ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചത് എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല. Did you listen? രാവിലെ ശ്രദ്ധിക്കുന്നു. His mother did not send this little boy with 5 loaves of bread and 2 fish thinking some miracle is going to happen. തന്റെ അമ്മ ആ കുഞ്ഞിനെ യേശുവിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ ഈ 5 അപ്പവും 2 മീനും കൊടുത്തിട്ട് എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടില്ല. But when you come to God with the little that you have, a miracle is waiting for you. എന്നാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് അതിസാരമായ വസ്തുക്കളുമായി കടന്നു വരുമ്പോൾ അതിനെ ദൈവത്തിന് അത്ഭുതമാക്കി മാറ്റുവാനായിട്ട് കഴിയും. You may not imagine what can happen for you, but God there is a miracle waiting for you. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദൈവം എന്താക്കി തീർക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ദൈവത്തിന് അത് കഴിയും. This mother never imagined what this 5 loaves of bread and 2 fish can do. അമ്മ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല 5 അപ്പം 2 മീനും എങ്ങനെയായി തീരും, എന്തായി തീരുമെന്ന്. She never imagined this can feed 5,000 of people. 5000 പുരുഷന്മാരെ കൊണ്ട് ഇത് പോഷിപ്പിക്കുവാൻ കഴിയുമെന്ന് ആ അമ്മയ്ക്ക് ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ കഴിയുന്നതല്ല. She gave this thing into the hands of the boy, and this boy places into the hands of the Almighty God. അമ്മ 5 അപ്പം 2 മീനും മകന്റെ കരങ്ങളിൽ കൊടുത്തു. അവൻ അത് യേശുവിന്റെ കരങ്ങളെത്തുവാൻ മുഖാന്തരമാക്കി തീർത്തു. What is the little that you have this morning? ഈ രാവിലെ സമയം നിങ്ങളുടെ കരങ്ങളിലുള്ള ചെറിയതായിട്ടുള്ള എന്താ? What is the little that you have this morning? നിങ്ങൾക്ക് ഈ രാവിലെ സമയമുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? Place it into the hands of the Lord. അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറ്. Bring it into the hands of the Lord. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. He will do a miracle. അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. When you place it into the hands of the Lord, അവന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ there is a miracle waiting for you. അവിടെയാണ് നിനക്ക്
നിനക്ക് വേണ്ടി അത്ഭുതം വെയിറ്റ് ചെയ്യുന്നത്. You may not have imagined what could happen. നിനക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. You may have no idea what can happen. എന്താ സംഭവിക്കുന്നത് നിനക്കൊരു ഐഡിയ ഇല്ലായിരിക്കാം. But when you are in the right hands, എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്നത് തക്കതായ കരങ്ങളിലാണ്. when you are in right hands, നീ തക്ക കരങ്ങളിലാണ് കൊടുത്തതെങ്കിൽ, when you place your situation in the right hands, നിന്റെ പ്രശ്നങ്ങളെ തക്കതായ കരങ്ങളിലാണ് when കൊടുത്തിരിക്കുന്നതെങ്കിൽ, you put your little things into the right hands, നിങ്ങളുടെ കരങ്ങളിലായ അല്പമായതിനെ ആ തക്കതായ കരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, hallelujah, God will do a miracle. ദൈവം അതിനകത്തുകൂടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. Did you listen to me this morning? ഈ രാവിലെ സമയം ശ്രദ്ധിക്കണേ. Whatever little you have, നിങ്ങളുടെ കരങ്ങളുള്ള എന്താ ചെറുതായിട്ടുള്ളത്, whatever little you have, എന്ത് ചെറുതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, bring it to the Lord. അത് ദൈവത്തിലെ കൊണ്ടുവരിക. Hallelujah, everything placed in the hands of the Almighty God will change. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും ദൈവം വ്യത്യാസപ്പെടുത്തും. Every situation placed in the hands of the Almighty God will change. ഏത് ചെറിയ സാഹചര്യമാണെങ്കിലും ദൈവകരത്തോട് ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം അതിന് വ്യത്യാസം വരുത്തും. With your little you cannot do anything. നിന്റെയിലുള്ള അല്പം കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. Bring it to the Lord. ദൈവത്തിലേക്ക് കൊണ്ടുവരിക. He will do a miracle. അവൻ അത്ഭുതം ചെയ്യാൻ കഴിയും. With your ability and strength you cannot do anything. നിന്റെ കഴിവ് കൊണ്ടോ ബലം കൊണ്ടോ നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. With your ability you cannot become a blessing to the multitude. നിന്റെ കഴിവ് ഒരു പക്ഷെങ്കിൽ അനേകായിരങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ കഴിയുന്നില്ലായിരിക്കാം. Bring it to the Master. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരിക. Place it into the hands of the Almighty God. വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അത് കൈമാറുക. He will multiply you. അവൻ അതിനെ വർദ്ധിപ്പിക്കും. He will make you a blessing. അവൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. What you cannot do with your strength, God will do it for you. നിനക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. The little boy had no idea how it can feed 5,000. ഓ, ഈ ചെറിയ ബാലൻ അറിയത്തില്ല എങ്ങനെയാണ് 5000 പേർക്ക് പോഷിപ്പിക്കാൻ This little കഴിയുന്നത്. boy did not know how it can satisfy the thousands. ഈ ആയിരക്കണക്കിന് ആൾക്കാരെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് അവൻ അറിയത്തില്ല. You do not know what God can do through you. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിങ്ങളിൽ കൂടി ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. Are you listening to me this morning? ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കണേ. You who have little strength, നിങ്ങൾക്ക് ബലമില്ലായിരിക്കാം. God can use you mightily. എന്നാൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് കഴിയും. You may be small in your family. നിന്റെ കുടുംബത്തിൽ നീ ചെറിയവനായിരിക്കാം. God can use you mightily. ദൈവത്തിനെ ശക്തമായി ഉപയോഗിക്കാൻ കഴിയും. The things you have may be negligible. God can use you powerfully. ഓ, നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്കുള്ളത്. പക്ഷെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. Maybe little pain and hurt that you have, bring it before God. God will turn it into joy. നിങ്ങളുടെ വേദനകളോ ഭാരങ്ങളോ ആയിരിക്കാം, അത് കർത്താവിനെ കൊണ്ടുവരിക. അവനെ വ്യത്യാസപ്പെടുത്താൻ The കഴിയും. little sickness and unhealth that you have, bring it before God. He will heal everything concerning your life. നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ രോഗങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ എന്തുമായിക്കൊള്ളട്ടെ, അതിനെ കർത്താവിലേക്ക് കൊണ്ടുവരിക. അവനതിന്റെ മേൽ വിടുതൽ The അയക്കാൻ little വിശ്വസ്തനാണ്. fears that you have, bring it before God. He will give you dignity and honor. പ്രിയമുള്ളവരെ, നീ ദൈവത്തിൽ ഒരിക്കൽ കണ്ണുനീരിന് അവൻ നിന്നെ മാനിക്കുവാനും അംഗീകരിക്കാനും പോകുകയാണ്. Everything that keeps you from not growing up to the stature of God, bring it to the Lord. He will multiply it for you. ദൈവത്തിൻ്റെതായ അവസ്ഥയ്ക്ക് അനുസരിച്ച് വളരുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. അവൻ നിന്നെ വർദ്ധിപ്പിക്കുവാനും അനുഗ്രഹിക്കാനും വിശ്വസ്തനാണ്. But so many things have been omitted from the four Gospels. ഈ 4 സുവിശേഷങ്ങളിലും എടുത്തു പറയുന്നതായ അനുഭവങ്ങളാണത്. So many things are omitted from the four Gospels. സുവിശേഷങ്ങളിൽ പല കാര്യങ്ങള് വിട്ടുകളഞ്ഞിട്ടുള്ളപ്പോൾ The Bible decided to say the story of this little boy in the four Gospels. എന്നാൽ ഈ ബാലകന്റെ കാര്യം ഈ 4 സുവിശേഷത്തിലും ഒരുപോലെ രേഖപ്പെടുത്തുവാനിടയായിട്ടുണ്ട്. What he had, he brought before God. അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊടുത്തത്. Whatever little he had, he placed into the hands of the Lord. ചെറിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി അവൻ കൊടുത്തത്. Whatever you have, bring it to the Lord. ഈ രാവിലെ നിങ്ങൾക്കുള്ളതിനെ ദൈവത്തിലേക്ക് കൊടുക്കുക. Whatever little you have, place it into the hands of the Lord. നിങ്ങൾക്കുള്ള ചെറുതായ കാര്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിക്കുക. Hallelujah. Hallelujah. From generation to generation, this boy has been talked about. ഓ, തലമുറയായി ഈ മകനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. It is about into whose hands you are placing things will change your situation. അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം അതിനെ
ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അവസ്ഥകളെ ദൈവം വ്യത്യാസപ്പെടുത്തും. What matters is in whose hands you are placing things. ആമേൻ. ആരുടെ കരങ്ങളിലാണ് നീ കൊടുത്തിരിക്കുന്നതാണ് അതിന് വിഷയമായിരിക്കുന്നത്. Now listen to me very carefully. രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കണമേ. This 5 loaves of bread and 2 fish. ഈ 5 അപ്പവും 2 മീനും This 5 loaves and 2 fish in the hands of the disciples, nothing will happen. ഈ 5 അപ്പവും 2 മീനും ശിഷ്യന്മാരുടെ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതിനൊന്നും വ്യത്യാസം വരുത്താൻ കഴിയുന്നതല്ല. No multiplication and no satisfaction. ഒരിക്കലും അത് വർദ്ധിക്കുവാനും പോകുന്നില്ല, തൃപ്തിയാകാനും പോകുന്നില്ല. No leftovers and no blessings to carry on. ഒന്നും ശേഷിപ്പിക്കുകയുമില്ല, ഒന്നും ഒരു അനുഗ്രഹമായി തീരുകയില്ല. Be placed in the right hands. എന്നാൽ യഥാർത്ഥ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, Are you listening to me this morning? രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നു. Be placed in the right hands. തക്കതായ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, Get hold of the right hand. ആ വലങ്കരം കൊണ്ട് പിടിച്ചിട്ട്, Hallelujah, get hold of the right hand. അവനെ വലതുകരം എടുക്കുന്നത്. When you are placed in the right hands, ആ നല്ല കരത്തിൽ യഥാർത്ഥ കരങ്ങളാണ് വെച്ചിരിക്കുന്നത്. God will make you a miracle. ആമേൻ. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. Let the world say you are little. ആമേൻ. വചനം പറയുന്നു ചെറുത്. Let the world say you are little. ഓ, ലോകം പറയുമായിരിക്കും നീ ചെറിയവനാണെന്ന്. The world may say nothing can happen. ലോകം പറയുമായിരിക്കും ഒന്നും സംഭവിക്കത്തില്ല. The world may say no, nothing good is going to happen. ഓ, ലോകം പറയുമായിരിക്കും നന്മ ഒന്നും വരത്തില്ലെന്ന്. But God is going to multiply you. എന്നാൽ ദൈവം അതിനെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. God is going to use you to satisfy many. ദൈവം അതിനെ ഉപയോഗിച്ചുകൊണ്ട് അനേകരെ തൃപ്തിയാക്കാനായിട്ട് പോകുകയാണ്. Take it as a word from the Lord this ഈ morning. രാവിലെ സമയം ദൈവവചനമായിട്ട് അതിനെ ഏറ്റെടുക്കുക. Your life is going to be blessed by God. ദൈവത്തിനാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ The പോകുകയാണ്. little thing that you place into the hands of the Lord will be a mighty miracle. ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത അല്പമായിട്ടുള്ളതിനെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ്. You know, when the disciples got this 5 loaves and 2 fish. ഈ 5 അപ്പം 2 മീനും കരങ്ങൾ ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? Listen to me carefully. ശ്രദ്ധിക്കണേ. There's 5 loaves of bread and 2 fish in the hands of the disciples. ഈ ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് 5 അപ്പം 2 മീനും കൊടുത്തപ്പോൾ They said it is not enough. അവര് പറഞ്ഞു ഇതൊരിക്കലും തികത്തില്ല. Hallelujah. ആമേൻ. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? When you are not in the right hands, you will never be enough. ഒരിക്കലും നിങ്ങൾ യഥാർത്ഥപരമായ കരങ്ങളിൽ വരാത്തിടത്തോളം കാലം നിങ്ങൾ പ്രയോജനരഹിതരായിരിക്കും. I want to say it in the Spirit of the Lord this ഈ morning. രാവിലെ സമയം ആത്മാവിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. Until you remain in the hands of the disciples, you are not enough. ശിഷ്യന്മാരുടെ കരങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം ഇതൊരിക്കലും പ്രയോജനകരമായി തീരുകയില്ല. All what the disciples are saying, it is not enough. എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ച് പറഞ്ഞു കാണും ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന്. They look at the crowd and they say it is not enough. ആ പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞു കാണും ഇതൊരിക്കലും നമുക്ക് പര്യാപ്തമായി തീരുകയില്ല. Looking at the multitudes, they would have said, no, it is not going to do anything. ഈ പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞു കാണും ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. In their imagination, in their idea, it is not even enough for a small boy. അവരുടെ ചിന്താഗതി അനുസരിച്ച് ഒരു കൊച്ചു ബാലകന് പോലും ഇത് തികയുവാനില്ല. Are you understanding the word this morning? ദൈവം മനസ്സിലാക്കുന്നുണ്ടോ? When you are in the wrong hands, you will remain as you are. നിങ്ങൾ തെറ്റായ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. When you are placed into the right hands, എന്നാൽ യഥാർത്ഥമായ കരങ്ങളിലേക്ക് അത് കൈമാറ്റപ്പെടുമ്പോൾ, when you are in the hands of the one who can work miracles, ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ മാറ്റപ്പെട്ട് when you കഴിയുമ്പോൾ, are placed in the hands of the Almighty God who can make enough from the little, ആമേൻ, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ചെറുതിനെ അത്ഭുതകരമാക്കി മാറ്റുവാൻ കഴിയുന്ന കരങ്ങളിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുമ്പോൾ, you will become a blessing. നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. Be placed in the right hand. ദൈവത്തിന്റെ ആ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Get into the right hand. ആ യഥാർത്ഥമായ കരങ്ങളിലേക്ക് കൈമാറാം. Get into the right hand which knows how to multiply. ആമേൻ, എന്നെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ആ ബലമുള്ള കരത്തിലേക്ക് കൈമാറ്റപ്പെടട്ടെ. Get into the right hand which knows how to use you. ആമേൻ, നമ്മെ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ആ ബലമുള്ള കരത്തിലേക്ക് മാറ്റപ്പെടട്ടെ. Are you listening to me this morning? ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നു. Let the world say you are not enough. അവൻ ലോകം പറയുമായിരിക്കും നീ പോരാത്തവനാണ്. Let the world write a story about you saying you are not enough. അവൻ ലോകം ഒരു പക്ഷേ നിന്നെ നോക്കി പറയുമായിരിക്കും നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. Get into the hands of Jesus. എന്നാൽ
യെബേസിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു He കൊടുക്കുക. will rewrite your story. നിന്റെ ജീവിത ചരിത്രം തിരുത്തി എഴുതും. He will have a different story to tell about you. നിന്നെ കുറിച്ച് ഒരു പുതിയ ചരിത്രം പറയാനായിട്ടുണ്ടാകും. When you are in the hands of the Almighty, ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ ഏൽപ്പിച്ചു you കൊടുത്താൽ will become satisfaction to നീ multitudes. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൃപ്തി കൊടുക്കുന്നവനായി മാറൂ. Let's come into the life of Jabez. യെബേസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. Nothing is mentioned about his brothers. അവന്റെ സഹോദരങ്ങളെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. Since they were all very good and caused no pain to their mother. അവരാരും നല്ലവരാണ്, അവരാരും അവരുടെ അമ്മയ്ക്ക് വേദന കൊടുത്തവരല്ല. But here is the one who's caused so much of pain to his mother. എന്നാൽ ഇവന്റെ ജീവിതം പഠിച്ചാൽ ഇവന്റെ അമ്മയ്ക്ക് ഒത്തിരി വേദന കൊടുത്തവനാണ് ഇവൻ. His mother called him painful because she brought him into the world through so much of pain. അവന്റെ അമ്മ വ്യസനത്തോടെ മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യെബേസ് എന്ന് പേരിട്ടു. He got his name through the painful experience which his mother had to go through. അമ്മ കടന്നു പോകേണ്ട വേദനകളുടെ എല്ലാം പരിണിത ഫലമായിട്ടാണ് അവൻ ആ പേര് ലഭിച്ചത്. Every time Jabez heard this name, it reminded him of the reason because of which he has got this name. ആ പേര് കേൾക്കുമ്പോഴെല്ലാം അവന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ചിന്ത, ഞാനൊരു വ്യസനപുത്രനാണല്ലോ. Every time people call you, ആൾക്കാർ നിങ്ങളെ വിളിക്കുമ്പോ, does it remind you of the painful experience that you have gone through? നിങ്ങൾ കടന്നുപോയ വേദനയുടെ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? The different talks that you hear around you, നിങ്ങളെ കുറിച്ച് പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, does it remind of the painful experiences that you have gone through? നിങ്ങൾ കടന്നുപോയ വേദനാജനകമായ അനുഭവങ്ങളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Hallelujah. ആമേൻ. What should Jabez do in this situation? ഈ സാഹചര്യം യെബേസ് ചെയ്തത് എന്താണ്? Can he place his experience into the hands of his brothers or mother? അവന്റെ ജീവിതത്തിലെ ഈ വേദനകൾ അവന്റെ സഹോദരന്മാരോടോ അവന്റെ അമ്മയോടോ അവൻ കൈമാറിയോ? Jabez knew his brothers or his mother cannot help. അവനറിയാം അവന്റെ അമ്മയ്ക്കോ ഒരു സഹോദരന്മാർക്കോ ഈ പ്രത്യേക സാഹചര്യം അവനെ രക്ഷിക്കുവാൻ കഴിയുന്നതല്ല. That's what you go through. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ Nobody can help you. ആർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നു വരത്തില്ല. Hallelujah. Your family, your friends may not be able to help നിന്റെ you. കുടുംബക്കാർക്കോ നിന്റെ സ്നേഹിതർക്കോ നിന്നെ സഹായിക്കുവാൻ കഴിയുന്നതല്ല. Jabez knew nobody can change his situation. യെബേസിനറിയാം ആർക്കും എന്റെ സാഹചര്യത്തെ മാറ്റുവാൻ So കഴിയുന്നതല്ല. what did Jabez do? അവിടെ യെബേസ് എന്താണ് ചെയ്തത്? He placed his situation into the right hands. അവന്റെ സാഹചര്യത്തെ തക്കതായ കരങ്ങളിലേക്ക് കൈമാറി. He placed his situation into the right hands, which can immensely bless him. അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളെ അളവ് കൂടാതെ അനുഗ്രഹിക്കാൻ കഴിയുന്നതിന്റെ കരങ്ങളിലേക്ക് കൈമാറി. He placed his situation into the hands of someone who can change it forever. അവന് തന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ഭാരങ്ങളെ അത് രൂപാന്തരപ്പെടുത്തുവാൻ മാറ്റിമറിക്കുവാൻ കഴിവുള്ളവന്റെ കരങ്ങളിലേക്ക് കൈമാറി. Jabez did not complain about the situation that he is in. അവൻ യെബേസ് കടന്നു പോകുന്ന സാഹചര്യത്തെ കുറിച്ച് അവന് ആരോടും പരിഭവം പറഞ്ഞില്ല. He placed his situation into the right hands. അവൻ ശക്തമായ കരങ്ങളിലേക്ക് അഭിഷേകത്തെ കൈമാറി. He did not pick up a fight with his mother or started arguing with her. അവൻ അവന്റെ അമ്മയോടോ സഹോദരന്മാരോടോ ആർഗ്യുമെന്റ് ചെയ്യാനായിട്ടോ തർക്കിക്കുവാനോ വാദിക്കുവാനോ പോയില്ല. He did not pick up a fight with his mother saying, "Why did you name me painful?" അവന്റെ അമ്മയോട് അവൻ ചോദിച്ചില്ല, എന്തിനാണ് എനിക്ക് ഈ പേരിട്ടതെന്ന്. He placed his problem into the hands of the Lord. അവന് ആ വിഷയങ്ങളെ ദൈവത്തിലേക്ക് കൈമാറി. What are the painful things that you're going through this morning? നിങ്ങൾ കടന്നു പോകുന്ന ഏതെല്ലാം വേദനകൾ ഉണ്ടെങ്കിലും, What are the hurtful, hallelujah, situations that you're going through this morning? നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും Don't pick up a fight. അവൻ അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ട കാര്യങ്ങളില്ല. Don't pick up arguments. അതിനുവേണ്ടി ആർഗ്യുമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. Just place it into the hands of the Lord. അത് ദൈവത്തിന്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. Put it right into the hands of the Lord. അവന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുക. He will do a miracle for you. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം He ചെയ്യും. will change it for you. അവൻ നിനക്ക് വേണ്ടി സാഹചര്യങ്ങളെ മാറ്റും. He brought his situations into the hands of the Almighty God. വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവൻ തന്റെ ഭാരങ്ങളെ കൈമാറി. He did not complain to anybody, "Oh, my mother gave me this name." അവൻ ആരോടും പരാതി പറഞ്ഞില്ല, എന്റെ അമ്മ എനിക്ക് ഇങ്ങനെയാണ് പേരിട്ടത്. Are people calling you names? അവന് പല പേരുകൾ വിഷയങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കാം. Are people calling you names? പല ആൾക്കാരെ നിങ്ങളെ പല പേരും വിളിക്കുന്നുണ്ടായിരിക്കാം. Is it reminding you of the painful experiences that you have gone through? നിങ്ങൾ കടന്നു പോകുന്ന വേദനകളിലേക്കുള്ള അനുഭവങ്ങളെ കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരിക്കാം. Place it into the hands of the Lord. അതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൈമാറ്. What does the Bible say? എന്താ വചനം പറയുന്നത്? What does the Bible say about Jabez? യെബേസിനെ കുറിച്ച് വചനം എന്താ പറയുന്നത്? He was more honorable than his brothers. അവന്റെ സഹോദരന്മാരെക്കാൾ ദൈവനെ മാന്യനാക്കി. Why he became more honorable? എന്തുകൊണ്ടാണ് അവൻ മാന്യനായത്?
ഉണ്ടായത്. Because he placed his situation into the hands of the Almighty God. അവന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ അവൻ ദൈവത്തിന്റെ കരത്തിലേക്ക് കൈമാറി. The Bible says his brothers were honorable. അവൻ പറയുന്നത് സഹോദരന്മാര് മാന്യന്മാരായിരുന്നു. But Jabez became more honorable. എന്നാൽ എബ്ബേസ് സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി. People around you may be honorable, but God will make you more honorable. നിന്റെ ചുറ്റുപാടുമുള്ളവർ മാന്യന്മാരായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ അതിനേക്കാൾ ശ്രേഷ്ഠനാക്കാനായിട്ട് Are പോകുകയാണ്. you listening to me this morning? ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Hallelujah. The people around you may be powerful, but God will make you more powerful. നിന്റെ ചുറ്റുപാടുമുള്ളവർ ശക്തിയുള്ളവരായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ അതിനേക്കാൾ ശക്തിമാനാക്കാൻ The പോകുകയാണ്. people around you may be conquerors, but God will make you more than നിന്റെ conquerors. ചുറ്റുപാടുമുള്ളവർ പിടിച്ചടക്കുവാൻ കഴിവുള്ളവരായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ അതിനേക്കാൾ അപ്പുറമായി പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ്. You may see people around may have many answered prayers in their life. നിന്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിൽ പല പ്രാർത്ഥന മറുപടികളും കിട്ടുന്നത് നീ കണ്ടിട്ടുണ്ടായിരിക്കാം. Listen to me this morning. ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കണേ. You may not have seen many prayers answered in your life. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന മറുപടികൾ കിട്ടാതിരിക്കുന്നുണ്ടായിരിക്കാം. You look around and you see there are so many people whose every prayers are answered. ചുറ്റുപാടിലേക്ക് തലയുയർത്തി നോക്കുമ്പോൾ അനേകരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും നീ കാണുന്നുണ്ട്. Are you listening to me this morning? രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? When you look around people and you see their prayers are answered, you are discouraged. അവൻ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിരാശയായി തീരാറുണ്ട്. Wait for the time of the Lord. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. Wait for the time of the Lord. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. Because their prayers are answered. ആ പ്രാർത്ഥനയെല്ലാം മറുപടി വരൂ. Because their prayers are answered. അവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി കൊടുത്തു. The people around you have seen their prayers answered. ചുറ്റുപാടുമുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് അവർ കണ്ടു. But you are going to see a God who will give you much more than you asked or comprehend. എന്നാൽ നിന്റെ പ്രാർത്ഥിച്ചതിനേക്കാൾ അത്യന്തപരമായി നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം കാണട്ടെ. He will give you much more than asked or നീ comprehend. പ്രാർത്ഥിച്ചതിനേക്കാൾ അപ്പുറമായി നിന്നെ അനുഗ്രഹിക്കാൻ Are കഴിവുള്ളവൻ. you listening to me this എന്നെ morning? രാവിലെ ശ്രദ്ധിക്കുന്നുണ്ടോ? Don't be discouraged when you see prayers answered around you. ആമേൻ. ചുറ്റുപാടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് കാണുമ്പോൾ നിരാശപ്പെട്ടു പോകണ്ട. You are praying for years and you don't see an answer even to this വർഷങ്ങളായി day. പ്രാർത്ഥിക്കുന്നെങ്കിലും മറുപടി കാണാതിരിക്കുന്നെങ്കിൽ Because God is going to do exceedingly abundantly in your life. എന്നാ നിന്റെ ജീവിതത്തിൽ അത്യന്തം പരമായി ദൈവം ചില പ്രവർത്തികളെ ചെയ്യാനായിട്ട് പോകുകയാണ്. Hallelujah. You may see people around you with worldly blessings. ഓ ലോകപരമായ അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ട ആൾക്കാരെ ചുറ്റുപാട് കണ്ടത് വരാം. God is going to richly bless you with every heavenly blessing. ഓ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. You may see people around you prosper and be blessed for a while. ഒരു സമയത്തേക്ക് ചുറ്റുപാടുമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ട് സമൃദ്ധിയായി ഇരിക്കുന്നത് നീ കണ്ടെന്ന് വരാം. But listen to me this morning. ഈ രാവിലെ സമയം വീണ്ടും ശ്രദ്ധിക്കണേ. God will make goodness and mercy follow you all the days of your life. നിന്റെ ജീവിതകാലം മുഴുവനും നന്മയും കരുണയും അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നിന്നെ സഹായിക്കും. God will make goodness and mercy follow you all through your life. നിന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളും നന്മയും കരുണയും അനുഭവിപ്പാൻ ഇടയായിത്തീരും. Place yourself and your situation into the hands of the Almighty God. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ സാഹചര്യങ്ങളെ കൈമാറുക. Do not plan or imagine anything, just be in the hands of the Almighty നിന്റെ God. ഭാവനയ്ക്ക് അനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാതെ ദൈവകരങ്ങളിലേക്ക് വിഷയത്തെ കൈമാറുക. Just pray and place your desires into the hands of the Almighty God. പ്രാർത്ഥനയോട് സ്തോത്രത്തോടും കൂടെ നിന്റെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറുക. God will do a miracle. ദൈവം ഒരു അത്ഭുതം ചെയ്യും. Your miracle is on your way. നിന്റെ അത്ഭുതം നിന്റെ വഴിയിലാണ്. You are in the right hands. നീ ദൈവത്തിന്റെ യഥാർത്ഥ കരങ്ങളിലാണെങ്കിൽ Somebody who can change you. നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ Somebody കഴിയുന്നവൻ, who can change your destiny. നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ He is കഴിയുന്നവൻ, working for you. അവൻ നിനക്ക് വേണ്ടി He പ്രവർത്തിക്കുകയാണ്. is not silent. അവൻ ഒരിക്കലും He മൗനമായിരിക്കുകയില്ല. is not silent. അവൻ He is മൗനമായിട്ടിരിക്കുകയില്ല. working for you. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കുക. Cry out before God. ദൈവത്തിന് മുമ്പാകെ നിലവിളിക്കുക. God will grant you your request. നിന്റെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. Look at the prayer of Jabez. യബേസിന്റെ പ്രാർത്ഥന വീണ്ടും ശ്രദ്ധിക്കുക. A very simple prayer. വലിയ ചെറിയ നിസാരമായ ഒരു A പ്രാർത്ഥന. simple prayer placed into the right hands. ഒരു ചെറിയ നിസാരമായ പ്രാർത്ഥനയും തോന്നാം, പക്ഷേ യഥാർത്ഥ കരങ്ങളിലേക്ക് അത് കൈമാറി. Verse 10 says, 10ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. oh, that you would bless me indeed. എന്നെ നിശ്ചയമായി
അനുഗ്രഹിച്ച് let your blessings come from God. നിന്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വരുന്നു. Let God alone be your source of blessing. ദൈവം മാത്രമായിരിക്കട്ടെ നിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടം. Do not put your trust on horses and chariots. നിന്റെ ആശ്രയം കുതിരകളിലും രഥങ്ങളിലും ആക്കരുത്. Trust in God. His blessings are new every morning. ഓരോ ദിവസം പുതുതായി വരുന്ന ദൈവത്തിന്റെ കൃപയിൽ നീ ആശ്രയിക്കുക. Are you listening to me this morning? ഈ രാവിലെ സഭയെ ശ്രദ്ധിക്കുന്നുണ്ടോ? Trust in God. His blessings are new every morning. ഓ ദൈവത്തിന്റേതായ കൃപകളും അനുഗ്രഹങ്ങളും ഓരോ ദിവസവും പുതിയതാകുന്നു എന്ന് വിശ്വസിക്കുക. The world cannot give you a new blessing every morning. ലോകത്തിന് ഓരോ ദിവസവും നിനക്കൊരു പുതിയ അനുഗ്രഹം തരാൻ കഴിയുന്നതല്ല. Did you listen to me? എന്നെ ശ്രദ്ധിച്ചോ? The world cannot give you a new blessing every morning. എല്ലാ ദിവസവും രാവിലെ ഒരു പുതിയ അനുഗ്രഹം തരാൻ ലോകത്തിന് കഴിയത്തില്ല. His blessings are new every morning. എല്ലാ ദിവസവും രാവിലെ അവന്റെ ദയ പുതിയതാണ്. His blessings are new every morning. എല്ലാ ദിവസവും രാവിലെ അവന്റെ കൃപ പുതിയതാണ്. It doesn't fail, child of God. ദൈവവേദനയെ നീ ധൈര്യപ്പെടുക. It doesn't fail, child of God. അത് നിരാശപ്പെട്ടു പോകുമെന്ന് ഞാൻ His ചിന്തിക്കുന്നില്ല. blessings are new every morning. അവന്റെ കൃപ എല്ലാ ദിവസവും പുതിയതാണ്. Nobody in this world can give you a new blessing every morning. എല്ലാ ദിവസവും രാവിലെ നിനക്കൊരു പുതിയ കൃപ തരുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുന്നതല്ല. It is only God. അവൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. Receive it from the Lord this morning. ദൈവത്തിന് രാവിലെ സമയം പ്രാപിക്കുക. A new blessing every day. എല്ലാ ദിവസവും അനുഗ്രഹം പ്രാപിക്കുക. New faithfulness every day. രാവിലെ തോറും നിരന്തരമുള്ള ദയ നീ പ്രാപിക്കുക. Hallelujah. Covering of the Lord every day, every new morning. എല്ലാ ദിവസവും രാവിലെ അവന്റെ വിശ്വസ്തയും ദയ നീ അനുഭവിക്കുക. A protection of the Lord every day in your life. ദൈവത്തിന്റെ കൃപ ഓരോ ദിവസവും നീ പ്രാപിക്കുക. Oh, that you may bless me indeed. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. Pray to God this morning. രാവിലെ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? Are you going through tough times? നീ ഭാരകരമായ അവസ്ഥകളിൽ കടന്നു Are you പോകുന്നു. going through struggles in your life? നിങ്ങളുടെ ജീവിത ദൈവത്തിന്റെ മൗനം നീ അറിയുന്നു. Pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കുക. God bless me. ദൈവമേ നീ അനുഗ്രഹിക്കണം. Oh, that you would bless me. എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. I do not want the blessings of the world. ഈ ലോകത്തിലെ അനുഗ്രഹമല്ല എനിക്ക് ആവശ്യം. I do not want anything of this world. ഈ ലോകത്തിലെ ഒന്നും എനിക്ക് ആവശ്യമില്ല. I need your blessings which are new every morning. രാവിലെ തോറും പുതുതായി വരുന്ന നിന്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. A new blessing every morning. Hallelujah. That is what the Lord is preparing for ഓരോ you. ദിവസവും അവന്റെ ദയ പുതുതാണ്. അതാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. Second thing what Jabez is praying. രണ്ടാമത്തെ ബേസിന്റെ പ്രാർത്ഥന എന്താണ്? Enlarge my territory. എന്റെ അതിര് വിസ്താരമാക്കണം. Hallelujah. ആമേൻ. What is the territory? എന്താ അതിര്? A place where which you have under your authority. നിന്റെ അധീനതയിലുള്ളതായ ആ സ്ഥലങ്ങൾ. A place where you rule. ആ ഏത് സ്ഥലത്താണോ നീ അധിവസിക്കുന്നത് ഭരിക്കുന്നത് അതാണ് നിന്റെ അതിര്. A place where your voice is heard and obeyed. നിന്റെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആ സ്ഥലമാണ് നിന്റെ അതിര്. You know when you have a territory it has set boundaries to it. നിനക്കൊരു ദേശമുണ്ടെങ്കിൽ അതിനൊരു അതിരുണ്ടായിരിക്കും. God, Jabez is saying, Lord, extend my boundaries. എന്നാൽ അവൻ പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ അതിര് എന്റെ ബൗണ്ടറി ഒന്ന് വിശാലമാക്കണമേ. Places where he can exercise his authority. അവന്റെ അധികാരം ഉപയോഗിക്കത്തക്ക നിലകളിൽ അതിന്റെ അതിര് വിസ്താരമാക്കണം. Let me say it this way this morning. രാവിലെ സമയം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. There are a lot of places where the enemy has dominion. അനേക സ്ഥലങ്ങളിൽ പിശാച് ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. There are places where the dark forces of darkness have authority. ഈ പല സ്ഥലങ്ങളിലും അന്ധകാര ശക്തികൾ അതിന്റെ പിടിമുറക്കി അധികാരം മുറുകിയിരിക്കുകയാണ്. You who are anointed by God. നീ ദൈവത്താൽ അഭിഷക്തനാണ്. You who are powerful in the hands of the Lord. ദൈവത്തിന്റെ കരങ്ങളിൽ നീ ശക്തിമാനാണ്. Ask God to extend your boundary. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അതിര് വിശാലമാക്കണം. Ask God to take you into the territory of the darkness. നിന്റെ അതിരെ പിശാചിന്റെ അതിലേക്ക് മാറ്റി വെക്കട്ടെ. Don't be satisfied by the territory that you have. നിനക്കിപ്പോൾ അതിര് കൊണ്ട് നീ തൃപ്തിപ്പെട്ടിരിക്കരുത്. Ask God to extend your enlarge your boundaries. നിന്റെ അതിരുകളെ വിശാലമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. There are so many places where the enemy is taking dominion. ശത്രു ആധിപത്യം പുലർത്തുന്ന അനേക സ്ഥലങ്ങളുണ്ട്. Ask God to extend your boundaries. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട അതിരുകളെ വിശാലമാക്കണം. Ask God to take you into the territory of the darkness. അന്ധകാര ശക്തിയുടെ അതിർത്തിക്കകത്തേക്ക് കടന്ന് കയറുവാൻ എന്നെ ബലപ്പെടുത്തണമെന്ന് In പ്രാർത്ഥിക്കുക. Psalms 2:8 it says, സംഗീതക്കാരൻ ഇങ്ങനെ പറയുന്നു. God says, I will give you
nations as your inheritance and the ends of the world as your possession. ആമേൻ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ജാതികളുടെ അവകാശങ്ങള് ഭൂമിയുടെ അറ്റത്തോളം അവൻ നമുക്ക് കൈവശമായി തരുന്നവനാണ്. God will extend your boundary. ആമേൻ. നമുക്ക് ദിവസങ്ങളിൽ നമ്മുടെ അതിരുകളെ വിശാലമാക്കാം. Every places where the enemy has dominion. ആമേൻ. ശത്രു ആധിപത്യം പുലർത്തുന്ന എല്ലാ സ്ഥലങ്ങളും, Every places where the forces of darkness are ruling. അന്ധകാര ശക്തി ഭരിക്കുന്നതായ സ്ഥലങ്ങളെല്ലാം God will take you into that. ആമേൻ. ദൈവം നിന്നെ അതിനെ കൊണ്ടുപോകാൻ പോകുകയാണ്. God will extend your boundary. ദൈവം നിന്നെ അതിനെ വിശാലമാക്കും. God will enlarge you. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. You man of prayer, God will extend നീ you. പരാജയപ്പെടത്തില്ല. ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ You പോകുകയാണ്. prayer warrior, God will extend your പ്രാർത്ഥന territory. വീരനായ മനുഷ്യനെ നിന്റെ അതിര് ദൈവം വിശാലമാക്കാൻ പോകുകയാണ്. Hallelujah. ആമേൻ. Hallelujah. Yes. Hallelujah. Hallelujah. Are you satisfied, content by the territory that you live in? ആമേൻ. ഇപ്പോൾ ആയിരിക്കുന്നതായ ആ സാഹചര്യം കൊണ്ട് നീ തൃപ്തി അടഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ? Don't be satisfied, ഒരിക്കലും നീ തൃപ്തി അടഞ്ഞിരിക്കരുത്. because there is so much land to gain. ഇനി ഒത്തിരി സ്ഥലങ്ങൾ പിടിച്ചടക്കാനായിട്ട് There നമുക്കുണ്ട്. is so much territory to be extended. നമ്മുടെ അതിരുകളെ വിശാലമാക്കുവാൻ ഇനി ഈ സ്ഥലങ്ങൾ God കിടക്കുകയാണ്. will give it to you. ദൈവം നിന്റെ കരങ്ങളിൽ തരും. God will give it to you. ദൈവം നിനക്ക് തരും. Ask. നീ ചോദിക്കുക. Ask. ചോദിക്കുക. God will give it to you. ദൈവം നിനക്ക് തരും. It is a promise of God for you. ദൈവത്തിന്റെ വാഗ്ദത്തമായി It is a promise of God for you. ദൈവം നിനക്ക് വേണ്ടി തരുമത്. God will extend it. ദൈവം അത് വിശാലമാക്കും. God will extend your territories. ദൈവം നിന്റെ അതിരിനെ വിശാലമാക്കാൻ പോകുകയാണ്. Third thing what Jabez is praying. എബേസ് പ്രാർത്ഥിക്കുന്ന അടുത്ത കാര്യം, Oh, your hand be you with me. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. Hallelujah. Jabez want God's hands to be with him. എബേസിന് ദൈവത്തിന്റെ കരം തന്നോട് കൂടെ ഇരിക്കണം. He is not looking for weak, fragile hands to be with him. അവന് വേണ്ടിയത് ബലമില്ലാത്ത, ശോഷിച്ച, തകർന്നതായ കരങ്ങളെയല്ല. He is not looking for weak hands which cannot help him. സഹായിക്കാൻ കഴിയാത്ത, ബലമില്ലാത്ത കരത്തെ അല്ല അവൻ നോക്കുന്നത്. He is looking for the hands of the Almighty God which can hold him in every situation. അവൻ നോക്കുന്നത് എന്നെ ഏത് സാഹചര്യത്തിലും കടന്നു പിടിച്ച് സഹായിക്കാൻ കഴിയുന്ന ബലമുള്ള ഒരു ഭുജത്തെയാണ്. He wants to get hold of the hands of the Ancient of Days. ആമേൻ. ദൈവത്തിന്റെ ബലമുള്ള യുഗങ്ങളുടെ പാറയായ അവന്റെ കരങ്ങളെയാണ് അവൻ നോക്കുന്നത്. He wants the Alpha and Omega to hold his hands. ആൽഫയും ഒമേഗയും ആയവൻ അവന്റെ കരങ്ങളിൽ പിടിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants the hands of the King of Kings and Lord of Lords to hold him. അവന്റെ കരങ്ങളിൽ രാജാതി രാജാതി കർത്താതി കർത്താവുമായ അവന്റെ കരത്താൽ പിടിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. He wants God to hold his hands which can break every chain. എല്ലാ ബന്ധനങ്ങളെ തകർക്കുവാൻ കഴിയുന്ന കരം അവനെ പിടിക്കാൻ അവൻ He ആഗ്രഹിക്കുകയാണ്. wants the hands to hold him which can break every gates of bronze and every iron gate. ഇരുമ്പുകളെയും താമ്രങ്ങളെയും ഖണ്ഡിച്ചു കളയുവാൻ കഴിയുന്ന കരം അവനെ പിടിക്കണമെന്ന് He ആഗ്രഹിക്കുകയാണ്. wants the hands to hold him which can touch and heal him. അവനെ തൊട്ട് സുഖപ്പെടുത്തുവാൻ കഴിയുന്ന കരം അവനെ പിടിക്കണമെന്ന് He ആഗ്രഹിക്കുകയാണ്. wants the hands to hold him which can hush every storm and calm every raging sea. അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂല കാറ്റുകളുടെ മധ്യത്തിലും അവനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന കരം അവന് ആവശ്യമാണ്. He wants the hands to hold him which can protect and which can provide. അവന്റെ ജീവിതത്തിൽ എല്ലാ സമയം അവനെ സുരക്ഷിതമാക്കുവാനും അവനെ സൂക്ഷിക്കുവാനും കഴിവുള്ള ഒരു കരമാണ് അവന് വേണ്ടത്. Hallelujah. He wants the hands to hold him which can lead and sustain. അവനെ മുൻപോട്ട് നയിക്കുവാനും നിലനിർത്തുവാനും കഴിയുന്ന ഒരു ബലമുള്ള കരമാണ് അവന് ആവശ്യം. Jabez wants the hands to hold him which can open new doors and shut every unnecessary door. ആവശ്യമില്ലാത്ത എല്ലാ വാതിലുകളും അടയ്ക്കുകയും അവന് വേണ്ടി പുതിയ വാതിലുകളെ തുറക്കുവാൻ കഴിയുന്ന ഒരു കരമാണ് എബേസിന് ആവശ്യം. He wants the hands of the Almighty God which can work wonders to hold him. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരമാണ് എബേസിന് ആവശ്യം. Let the hand of the Lord hold you. ദൈവത്തിന്റെ കരം നിങ്ങളെ പിടിക്കട്ടെ. Let the Lord's hand hold you this morning. ഈ രാവിലെ സമയം ദൈവത്തിന്റെ ബലമുള്ള കരം നിങ്ങളെ പിടിക്കട്ടെ. Fourth point. നാലാമത്തെ വിഷയം, Keep me from evil. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണം. That it may not cause any pain to me. എനിക്ക് വീണ്ടും വേദന വ്യസനം ഉളവാക്കുന്ന എല്ലാ അവസ്ഥയും തന്നെ വിടുവിക്കണം. Only God can keep you away from every pain. ദൈവത്തിന് നിങ്ങളെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുവാനായിട്ട് Only കഴിയും. God can protect you from every kind of ദൈവത്തിന് evil. മാത്രമേ നിങ്ങളെ സകല
സഹായിക്കാനും സംരക്ഷിക്കുവാനും കഴിയത്തുള്ളൂ. There are people around you who have evil intentions. ആമേൻ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് അനർത്ഥം വരുത്തുവാനുള്ള ആഗ്രഹമുള്ളവരായിരിക്കാം. The enemy, the devil has evil intentions. ആമേൻ. പിശാചിന്, ശത്രുവിന് അങ്ങനെയുള്ള ദുഷ്ടചിന്തകൾ, അനർത്ഥത്തിന്റെ വിഷയങ്ങൾ അവന്റെ മനസ്സിലുണ്ട്. The keeper of Israel doesn't sleep nor slumber. എന്നാൽ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. No evil intention will come close to you. നിങ്ങൾക്കെതിരായി കടന്നു വരുന്ന എല്ലാ പൈശാചിക ചിന്തകളുടെ മേലും Hallelujah, God will give you victory over it. ദൈവം നിനക്ക് അതിന്റെ മേൽ വിജയം നൽകി തരും. The keeper of Israel will keep you safe. ആ ഇസ്രായേലിനെ സൂക്ഷിച്ചവൻ നിങ്ങളെ സൂക്ഷിക്കുന്നവനാണ്. He neither sleeps nor slumbers. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, His eyes are on you, child of God. ആ ദൈവമാണ് നിന്റെ ദൈവം. His eyes are on your blessings, child of God. അവന്റെ കണ്ണുകൾ നിങ്ങളെ അനുഗ്രഹിക്കാനായി നിങ്ങളെ His നോക്കിക്കൊണ്ടിരിക്കുകയാണ്. blessings are on your generation. നിങ്ങളുടെ തലമുറയുടെ മേൽ അവന്റെ അനുഗ്രഹങ്ങളുണ്ട്. He will keep you from evil. അവൻ നിങ്ങളെ സകല ദോഷത്തിൽ നിന്ന് വിടുവിക്കും. Hallelujah. No weapon which is forged against you will prosper. നിങ്ങൾക്കെതിരായി ഉപയോഗിക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. His God will keep you from all kinds of evil. എല്ലാ അനർത്ഥങ്ങളും ദൈവം നിങ്ങളെ വിടുവിക്കും. A prayer which came out from painful experience will become a blessing. ആ വ്യസനത്തിന്റെ അകത്തുനിന്നും പുറത്തേക്കൊഴുകിയ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി ദൈവം മാറ്റി. Did you listen to me this morning? ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നു. A prayer which came out of painful experience became a blessing. ആമേൻ. വളരെ വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രാർത്ഥനയെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റി. What came out of a hurtful experience became a blessing. ആമേൻ. വേദനയുടെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രാർത്ഥനയെ ഒരു അനുഗ്രഹമാക്കി ദൈവം തീർത്തു. Prayer which came out of humiliation and embarrassment become a hallelujah honor and dignity. അവന്റെ നിന്ദയുടെയും പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും നടുവിൽ ഉയർന്നു വന്ന പ്രാർത്ഥനയെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റി. Your prayers will help you depend on God. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമാക്കി It മാറ്റി. will help you to get closer to God. അവനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ മുഖാന്തരമായി തീരും. Jabez's painful experience made him come closer to God. യെബേസിന്റെ വേദനാജനകമായ അനുഭവങ്ങൾ ദൈവത്തോട് അവനെ അടുപ്പിച്ചു. What is your painful experience this morning? ഈ രാവിലെ സമയം നിങ്ങളുടെ വേദനകൾ എന്തൊക്കെയാണ്? What is your painful experience making you do? നിങ്ങളെ കടന്നു പോകുന്ന ആ വേദന അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? It made Jabez a prayer warrior. ഓ യെബേസിനെ പോലെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി His painful experience made him a prayer warrior. അവന്റെ ജീവിതത്തിന്റെ വേദനാജനകമായ അവസ്ഥകൾ അവനെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റി. Whatever you go through this morning, ഈ രാവിലെ സമയം നിങ്ങൾ കടന്നു പോകുന്ന ഏത് your സാഹചര്യങ്ങളും painful experiences this morning, ഈ രാവിലെ വേദനാജനകമായ അനുഭവങ്ങൾ the കൂടിയാണെങ്കിൽ hurtful experience that you go ഓ through, നിങ്ങളെ വേദനിപ്പിക്കുന്നതായ വിഷയങ്ങൾ കൂടി let it make you a prayer warrior. അതെല്ലാം നിങ്ങളെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റട്ടെ. Let it bring you closer to the Lord. അത് ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കട്ടെ. Let it make you an honorable person before അത് God. ദൈവത്തിന്റെ സന്നദ്ധയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയായി രൂപാന്തരപ്പെടട്ടെ. He was blessed beyond measures because of prayer. അളവ് കൂടാതെയുള്ള ഒരു അനുഭവത്തിലേക്ക് അവന്റെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു. His territory was extended because of prayer. അവന്റെ അതിര് പ്രാർത്ഥന മുഖാന്തരം അവൻ വിസ്തീർണപ്പെടുവാനിടയായി. God's hand remained with him because of prayer. ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഇരുന്നവരെ സഹായിച്ചു. God kept him from every kinds of evil because of his prayer. അവന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം എല്ലാ ദോഷത്തിൽ നിന്ന് അവനെ വിടുവിച്ചു. However painful or bad your situation is, ഏതെല്ലാം കഠിനകരമായ ദോഷകരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിലും pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കുക. Come before God. ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുക. Place it into the hands of the Lord. ദൈവത്തിന്റെ ബലമുള്ള കരത്തിലൊക്കെ കൈമാറ്. God will change it. ദൈവം വ്യത്യാസപ്പെടുത്തും. However pressed down you are, എത്രമാത്രം നീ അടിച്ചമർത്തപ്പെട്ടാലോ, however struggling you may be, എന്തെല്ലാം പ്രതികൂലങ്ങൾ കൂടി നീ കടന്നു പോയാലോ, pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കുക. God will enlarge it. ദൈവം നിന്നെ വിസ്താരമാക്കും. God will extend it. ദൈവം നിന്നെ അതിനെ വിസ്താരമാക്കും. God will honor you. ദൈവം നിന്നെ മാനിക്കും. You will be more honorable. നീ ഏറ്റവും മാന്യനായി മാറും. You will be powerful before God. ദൈവത്തിന് മുമ്പാകെ നീ ശക്തിമാനായി നിൽക്കും. Listen to me this morning. ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കണേ. People can only give you names. ആൾക്കാർ ഒരു പക്ഷേ നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെന്ന് വരാം. People can give you painful names. നിനക്കൊരു പക്ഷേങ്കിൽ വേദനയുള്ള വാക്കുന്ന പേരുകൾ അവർ നൽകിയെന്ന് വരാം. But nobody
എന്നാൽ ആർക്കും തന്നെ nobody can attach or detach blessings from you. എന്നാൽ നിന്റെ അനുഗ്രഹത്തെ മാറ്റുവാനോ തടയുവാനോ ആർക്കും കഴിയുന്നതല്ല. Did you listen to me this morning? രാവിലെ സമയം ശ്രദ്ധിക്കുന്നു. Hallelujah. The world can give you painful experiences. ലോകത്തിന് ഒരുപക്ഷേ നിന്നെ വേദനിപ്പിക്കാൻ കഴിയുന്നു വരാം. Nobody can take your blessings from you. എന്നാൽ നിന്റെ അനുഗ്രഹങ്ങൾ എടുക്കാൻ ആർക്കും കഴിയുന്നതല്ല. Nobody can take the honor which God wants to give you away from you. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അംഗീകാരത്തെ ബഹുമാനത്തെ ആർക്കും എടുക്കുവാൻ കഴിയില്ല. The healing which God wants to bring to you. ആമേൻ. അത് നിന്റെ ദൈവത്തെ അടുപ്പിക്കട്ടെ. The honor which God wants to give to you. ദൈവം നിനക്ക് നൽകി തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? The dignity which God wants to give to you. ദൈവം നിനക്ക് തരാൻ പോകുന്ന അംഗീകാരം എന്താണ്? Every miracle which God wants to do in your life. നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും Nobody can take it away from you. ആർക്കും എടുക്കുവാൻ കഴിയുന്നതല്ല. You are in the right hands. നീ യഥാർത്ഥ കരങ്ങളിലാണെങ്കിൽ Listen to me this morning. രാവിലെ സമയത്ത് ശ്രദ്ധിക്കണേ. You are in the right hands. നീ യഥാർത്ഥ കരങ്ങളിലാണെങ്കിൽ You are in the right hands. നീ യഥാർത്ഥ കരങ്ങളിലാണെങ്കിൽ You are in the right hands. നീ യഥാർത്ഥ കരങ്ങളിലാണെങ്കിൽ You are going to be a miracle. നീ ഒരു അത്ഭുതമായി മാറും. You are going to be a miracle. നീ ഒരു അത്ഭുതമായി മാറും. Your family is going to be a miracle. നിന്റെ കുടുംബം ഒരു അത്ഭുതമായി Your മാറും. children are going to be a miracle. നിന്റെ തലമുറ അനുഗ്രഹമായി Your മാറും. generation are going to be a blessing. നിന്റെ ദേശം അനുഗ്രഹത്തിനായി മാറാൻ God will turn you into a blessing. അവൻ നീ ഒരു അനുഗ്രഹമായി God മാറും. will turn you into a miracle. നീ ഒരു അത്ഭുതമായി മാറും. God will use you powerfully. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. God will use you powerfully. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. Boundaries will be extended. ആമേൻ. God, hallelujah, boundaries will be extended. ആമേൻ. അതിരുകളെ ദൈവം വിശാലമാക്കും. God is not silent. ദൈവം ഒരിക്കലും മൗനമായിരിക്കും. God is not silent. ദൈവം ഒരിക്കലും മൗനമായിരിക്കും. He is working behind the curtains for you. കർട്ടന്റെ പുറകിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി He's working പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. for you. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. He's working for you. അവൻ നിന്നെ നോക്കുകയാണ്. Let's trust in the Lord. അവനെ നമുക്ക് ആശ്രയിക്കാം. Let's trust in the Lord. അവനിൽ ആശ്രയിക്കാം. Hallelujah. Let's worship the Lord this morning. ദൈവത്തെ നമുക്ക് ഒരുമിച്ച് വിനയമായി Let our hearts be full with gratitude this എന്റെ morning. ഹൃദയം നന്ദിയാൽ നിറഞ്ഞ ദൈവത്തെ Let സ്തുതിക്കുകയാണ്. our hearts be full with gratitude. ദൈവസ്നേഹത്താലെ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. Let's give thanks to the Lord this ദൈവത്തിന് നന്ദി morning കൊടുക്കാൻ കഴിയുമോ? for all that God has done, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. for every goodness God has done, ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് for the new blessings which He gives us every morning. എല്ലാ ദിവസവും നൽകി തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് Bless the Lord this morning. രാവിലെ സമയം ദൈവത്തെ നമുക്ക് Let ആരാധിക്കാം. His name be glorified. അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. Let's worship the Lord. നമുക്ക് ഒരുമിച്ച്